ആളെ എപ്പോഴെങ്കിലും എന്നത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ചാലിയാർ അല്ലെങ്കിൽ ഈ ഒരു മലിനീകരണം, നമ്മളുടെ നാട് നേരിട്ട ഏറ്റവും വലിയൊരു മലിനീകരണം, ആ മലിനീകരണത്തെ എങ്ങനെയെങ്കിലും പൊതുജനങ്ങളുടെ മുന്നിൽ, തീർച്ചയായിട്ടും ചാലിയാർ സമരത്തെക്കുറിച്ചും ചാലിയാറിന് സംഭവിച്ചിട്ടുള്ള മലിനീകരണത്തെക്കുറിച്ചും കേരളത്തിൽ അങ്ങോളമുള്ള ആൾക്കാർക്ക് നല്ല അറിവുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് പോലും ചാലിയാർ സമരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയോ, സ്വതന്ത്ര ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പരിസ്ഥിതി സമരങ്ങളിൽ ഒന്നാണ് ചാലിയാർ സമരം. അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് ചോദിച്ചാൽ ഇല്ലാതെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ ഹിന്ദുവിലെയും ഡെക്കാൻ ക്രോണിക്കിളിലെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജേർണലിസ്റ്റുകൾ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാൻ ചാലിയാർ ഇങ്ങനെ ഡോക്യുമെൻ്ററിയുടെ കാര്യം സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ അതിശയത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞ കാര്യം, ആ സമയത്ത് ഇവിടെ ചാലിയാർ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയങ്ങളിൽ അവരൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം 50-60 വയസ്സുള്ള ആൾക്കാരാണ്. ആ സമയത്തെല്ലാം അവർ നിരന്തരം നമ്മുടെ വാഴക്കാട് സന്ദർശിച്ചിട്ടുണ്ട്, അതുപോലെ ഗോളിയോ റയോൺസ് സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസും എഴുതിയിട്ടുണ്ട്. KA റഹ്മാൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ അവർ നിരന്തരം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെന്നോട് ചോദിച്ചത് പിന്നെ എന്താണ് സംഭവിച്ചത്, എവിടെ പോയി പിന്നെ ആ മനുഷ്യനെ കുറിച്ചിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. കാരണം ഒരു സമയം എത്തിയപ്പോൾ KA റഹ്മാൻ ഈ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അത് അപ്രത്യക്ഷമാക്കിയതാണോ അല്ലെങ്കിൽ സ്വയം അപ്രത്യക്ഷമായതാണോ എന്നുള്ളത്